ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ 3 ഫിലിംസ്, ഉള്ളൊഴുക്ക്, നടന്ന സംഭവം, ഗഗനചാരി, ഈ 3 ഫിലിമും നല്ല രീതിയിൽ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തിയേറ്ററിൽ ആൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും തിയേറ്ററില്ല. വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ 3 പടത്തിനും. അപ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. കാരണം പല പടങ്ങളും ഇന്ന് 100-150 തിയേറ്ററുകൾ കളിക്കുന്നുണ്ട്. 40-50, 3 ആഴ്ച, 4 ആഴ്ച, 5 ആഴ്ച, 6 ആഴ്ച കഴിഞ്ഞ പടങ്ങൾ. തിയേറ്ററിൽ ആളില്ല, 10% പോലും ആളില്ല. വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയ്ക്ക് ട്രാക്കിംഗ് കളക്ഷൻ വരുന്ന പടം ആളുകൾ തള്ളിയിട്ട് എവിടേക്ക് എത്തിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ തിയേറ്റർ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കണം. 3 പടങ്ങളും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പല സ്ഥലത്ത് ഷോസ് ഇല്ല. ഈ ഉള്ളൊഴുക്കുന്ന പറഞ്ഞ പടമൊക്കെ വളരെ കുറച്ച് തിയേറ്ററിലുള്ളൂ. ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് തിയേറ്ററിൽ ആളോടെ തിയേറ്ററിൽ ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പല ഈ 3 പടങ്ങൾ എടുത്തല്ലോ അതിന് സംഭവം. ഗഗനചാരിക്കായാലും പല കുറഞ്ഞ തിയേറ്ററിൽ. ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ തന്നെ ശോഭ സിറ്റിന് മാത്രമേ ഉള്ളൂ, ടൗണിലില്ല. അതുപോലെ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇതായാലും ശരി, ഉള്ളൊഴുക്കായാലും ശരി, ഗഗനചാരി ആയാലും ശരി. അപ്പോൾ അങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ വെറുതെ സൂപ്പർ സ്റ്റാറുകളൊക്കെയാണ് ഇപ്പോൾ 2 പടങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം തിയേറ്ററുകൾ കിട്ടും. ഈ പോട്ടിയിട്ടിലൊക്കെ വരേണ്ട സമയമായി. കാണാൻ ആളില്ല, വെറുതെ തള്ളി മറയ്ക്കുകയാണ്. ഓരോരുത്തരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എടുത്ത് 50 ദിവസം ഇത്ര ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഇതൊക്കെ. പലരും പല വീഡിയോസ് ടർബോ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന പലരെയും കണ്ടു ഞാൻ. തിയേറ്ററിൽ ദിവസം ഇത്രയെന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കണ്ടുള്ള അനുഭവങ്ങളുണ്ട്. 5 ആൾ 10 ആളൊക്കെ ആയിട്ടുള്ള അവസ്ഥ വരെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രാക്കിംഗ് കളക്ഷൻ ഡെയിലി അറിയാം നമുക്ക്. പഴയ പോലെ തള്ളി മറക്കാനൊന്നും പറ്റിയത് മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും സുരേഷ് ഗോപിയുടെ ആയാലും പൃഥ്വിരാജിൻ്റെ ആരുടെ ഫിലിമായാലും ദുൽഖറിൻ്റെ ആയാലും. കാരണം ട്രാക്കിംഗ് കളക്ഷനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ പടത്തിൻ്റെ തിക്കും തിരക്കും ബഹളമൊക്കെ വിട്ടതാണ്. പിന്നെ ആവറേജ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പടം കയറി ഇവരൊക്കെ എത്തിച്ചു. ഇനി ദയവ് ചെയ്തിട്ട് ആ തിയേറ്റർ മാറ്റിക്കൊടുത്ത് ഈ 3 പടങ്ങൾ അവിടെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളാണ്. നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളാണ്. അപ്പോൾ ഈ 3 പടങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. 3 പടങ്ങൾ 3 ഡിഫറെൻറ്റ് മോഡൽ പടങ്ങളാണ് കേട്ടോ. ഉള്ളൊഴുക്ക് എന്നുള്ള പടം ഒരു ക്ലാസ് ടച്ചിൽ ഓസം പെർഫോമൻസുകൾ, ടെക്നിക്കലൊക്കെ ഗംഭീരമാണ്. ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചാനലിലുണ്ട്, നിങ്ങൾ പോയി കാണണം. നടന്ന സംഭവം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല നമുക്ക് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ 2 മണിക്കൂർ നേരം കണ്ടിരിക്കാനുള്ള സാധനം അതിലുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നടന്ന സംഭവമായാലും ശരി, ഗഗനചാരി ആയാലും ശരി, ഇത്രയും അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു പടം നമ്മൾ പ്രതീക്ഷിക്കില്ല. നമ്മൾ ബോളിവുഡിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും സയൻറ്റിഫിക് ആയിട്ടുള്ള മൂവി 2040 നടക്കുന്ന ഒരു കഥ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് സംവിധാനം ആദ്യത്തെ പടമാണ്. അരുൺ ചന്തു പെർഫോം ചെയ്ത എല്ലാവരും, ഗൂഗിൾ സുരേഷ്, അജു വർഗീസ്, ഗണേഷ് കുമാർ, അനാർക്കലി മരക്കാറൊക്കെ ഗംഭീര പെർഫോമൻസുകളാണ്. അപ്പോൾ ഈ പടമൊക്കെ നമ്മുടെ ആളുകൾ കാണണം. അപ്പോൾ അതിന് തിയേറ്റർ വേണം. അപ്പോൾ ഇതൊന്ന് സഹകരിക്കുക. ഇനി OTT കാണേണ്ട ആൾക്കാരൊക്കെ അവിടെ കണ്ട്. അപ്പോൾ ഇനി OTT കാണുക. 2 പടങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയാൻ ചോദിക്കുന്നത്. ടർബോയിലും ഗുരുവായൂർ അമ്പലനടയിലായാലും ഏകദേശം 200ഓളം തിയേറ്റർ കിട്ടും കേരളത്തിൽ 2 പടം മാറിയ. അപ്പോൾ ഈ 3 പടത്തിന് അത്യാവശ്യം തിയേറ്റർ കിട്ടും. അപ്പോൾ അതൊന്ന് സീരിയസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 3 ചെറിയ സൂപ്പർ സ്റ്റാറില്ലാത്ത ഒരു നല്ല പടം 3 ഫിലിം കാണാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ നല്ലൊരു വെള്ളിയാഴ്ചയായിരുന്നു. മലയാള സിനിമയിൽ വീണ്ടും പരീക്ഷണ ചിത്രങ്ങളും എക്സ്പെരിമെൻ്റൽ ചിത്രങ്ങളും ഡിഫറെൻറ്റ് ജോണറുള്ള പടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസുകളും എല്ലാവരും. അപ്പോൾ ഈ ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവീസ് ഉണ്ട്. ഈ ആഴ്ച നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവീസ് ഏതാ? കണ്ണപ്പല്ല, കൽക്കി ഉണ്ട്. കൽക്കിയിൽ ദുൽഖർ സൽമാൻ ഉണ്ട് എന്ന് ഉറപ്പായിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ ആഗത്തിൽ ദുൽഖറിനെ വെച്ചിട്ടൊരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ കൽക്കി നമ്മൾ FDFs എടുക്കും. എനിക്കിത് എറണാകുളത്തായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാള ഫിലിംസ് ഈ ആഴ്ച ഉണ്ട്, ബെന്നുണ്ട്, കുറേ പടങ്ങളുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇന്ന് നാളെയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മമ്മൂക്കയ്ക്ക് വീണ്ടും 100 കോടി കിട്ടിയെന്ന് പറയുന്നുണ്ട്. മാമാങ്കം, അതുപോലെ തന്നെ മധുരരാജ ഇപ്പോൾ 100 കോടി. ഗുരുവായൂർ അമ്പലനടയിൽ 90 കോടി എത്തിയെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്, ബൈ.